നമസ്കാരം. അത് പോലീസിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ക്രമാതീതമായി തിരക്ക് വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം, എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ കർശനമായി പറയുന്നു, ഈ പരിപാടി കഴിയാതെ ഒരാൾ യഥാസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽക്കരുത്. മലപ്പുറത്തെ തിരുനാവായിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാമകം അഥവാ കേരളത്തിൻ്റെ കുംഭമേളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ ക്രമാതീതമായിട്ടുള്ള തിരക്കാണ് ഓരോ ദിവസവും കഴിയും തോറും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ ഭാഷ്യം അനുസരിച്ചാണെങ്കിൽ ദിവസം 3 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതിനു മുകളിലാവുന്നു ആളുകൾ. അത് ഈ വൈകുന്നേരത്തെ നിള ആരതി കാണാനും അവിടുത്തെ മറ്റ് ചടങ്ങുകളൊക്കെ കാണാനാണ് ആളുകൾ വരുന്നത്. തുടക്ക സമയത്ത് ഹിന്ദുക്കൾ തന്നെ ഒരു മടിച്ചാണ് വന്നുകൊണ്ടിരുന്ന ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇതാ മുസ്ലിം വിശ്വാസികൾ, അവരുടെ വേഷത്തിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും അവർ മുസ്ലിം വിശ്വാസികളാണെന്ന്. തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്, ഹിജാബൊക്കെ ഇട്ടിട്ടുള്ള സ്ത്രീകൾ അവിടെ വരുന്നുണ്ട്. ആർക്കും വരാം, ഒരു കുഴപ്പവുമില്ല, ആർക്കും വരാം. കൂടുതൽ ഇതുപോലുള്ള ആളുകൾ കൂടുതൽ വരണം, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തുടക്ക സമയത്ത് എന്തൊക്കെ പറഞ്ഞ് ഇതിനെ ഇകഴ്ത്താൻ നോക്കിയോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയോ അതെല്ലാം ആ സംഗതികളെല്ലാം അത്തരം നരേറ്റീവുകൾ അത്തരം പ്രോപ്പഗണ്ടകളെല്ലാം പൊളിഞ്ഞടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതാ ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികളല്ലാത്ത ഇതര മതസ്ഥരായിട്ടുള്ളവർ തന്നെ വരുന്നു. അവരെ നമുക്ക് വേഷം കൊണ്ട് തിരിച്ചറിയാം. പക്ഷേ വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളെയൊന്നും വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 ലക്ഷം പേരോളം വരുന്ന കൂട്ടത്തിൽ അവരും കണ്ടേക്കാം. കാരണം പല രീതിയിൽ, അതായത് മനുഷ്യന് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ മതമോ ദൈവമോ ഒന്നും നോക്കാതെ പലയിടത്ത് പോയി അഭയം തേടാറുണ്ട്. ഇപ്പോൾ കൃപാസനം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ആ പരിപാടിക്ക് ഒരുപാട് ഹിന്ദുക്കളും പോകാറുണ്ട്, ഹിന്ദു സ്ത്രീകളടക്കമുള്ളവർ പോകാറുണ്ട്, തിരിച്ചും ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുന്ന ക്രിസ്ത്യാനികളുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമായി ഉയർന്നു വരുമ്പോൾ മാത്രമല്ല അവിടുത്തെ നിള ആരതിയൊക്കെ കാണുന്നത് വിശ്വാസമില്ലാത്തവർക്ക് പോലും ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു ആ കാഴ്ചയും അവിടുത്തെ അന്തരീക്ഷവും നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ ഒരു പള്ളിയാവട്ടെ അവിടുത്തെ ആ കോമ്പൗണ്ടിലേക്ക് ആ ഗേറ്റ് കടന്ന് അല്ലെങ്കിൽ നമ്മൾ ആ മണ്ണിലേക്ക് ചവിട്ടുമ്പോൾ വിശ്വാസമില്ലാത്തവന് പോലും എന്തോ ഒരു പ്രത്യേകതയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകും. കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണിയും മന്ത്രോച്ചാരണങ്ങളും അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെയും ഈ പറയുന്ന പോലെ ചന്ദനത്തിരിയുടെയൊക്കെ ഗന്ധവും നിലവിളക്ക് കത്തുമ്പോഴുള്ള ഗന്ധവും ഒക്കെ കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അല്ലെങ്കിൽ ഒരു വൈബ് നമുക്ക് അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ വിശ്വാസമില്ലാത്തവൻ ചെന്നാൽ പോലും അവൻ ചെന്ന് എത്തിയിരിക്കുന്ന സ്ഥലം മറ്റൊരിടമല്ല എന്നൊരു തോന്നൽ അവനുണ്ടാകും. അതിപ്പോൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഹിന്ദു വിശ്വാസിക്കും ഇത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് അത് അറിയാൻ വേണ്ടി, എന്താണ് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം അറിയാൻ വേണ്ടി ആകാംക്ഷയൊക്കെ കൊണ്ട് വരുന്നവരുണ്ടാവാം. പിന്നീട് 1 ആയി 2 ആയി 3 ആയി അങ്ങനെ ആളെണ്ണം വർദ്ധിച്ചു വരികയൊക്കെ ചെയ്യും. അത് തന്നെയായിരിക്കാം ഒരുപക്ഷേ ഈ മലപ്പുറത്ത് ഇവിടെ ഈ മഹാമാഘം നടക്കുന്നിടത്തും സംഭവിച്ചിരിക്കുക. കൗതുകം കൊണ്ട് ആദ്യമൊക്കെ വരും, പിന്നീട് ഈ അവിടുത്തെ ചടങ്ങുകളും നിള ആരതിയൊക്കെ കാണുമ്പോൾ ഈ വരുന്ന ഇതര മതസ്ഥരുടെ എണ്ണവും കൂടി വരും. അങ്ങനെയാണ് അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് തുടക്കത്തിൽ 1000 ആവുന്നത്, 10,000 ആവുന്നത്, ലക്ഷമാവുന്നത്, 10 ലക്ഷമാവുന്നത്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഉത്തർപ്രദേശിൽ നടന്ന 50 കോടിയോളം ആളുകൾ അവിടെ ഗംഗാസ്നാനം ചെയ്തു എന്നാണ് കണക്ക്. നമുക്ക് അത്രയും ജനസംഖ്യയില്ല. ഉത്തർപ്രദേശിൽ തന്നെ 24 കോടി ജനസംഖ്യയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഹൈന്ദവരാണ്. അവർ തന്നെ വിചാരിച്ചാൽ തന്നെ 10-20 കോടി സുഖമായിട്ട് അവർക്ക് കിട്ടും. മുഴുവൻ ആൾക്കാരെ അല്ല, ആ സംസ്ഥാനം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ വിചാരിച്ചാൽ കിട്ടും. പിന്നെ വിദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നിരുന്നു, കേരളത്തിൽ നിന്ന് പോയിരുന്നു. അങ്ങനെ 50 കോടി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അതിശയകരമായിട്ടുള്ളൊരു സംഖ്യയൊന്നുമില്ല. നമുക്ക് പക്ഷേ ഇവിടെ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. അതിന് മതിയായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നാണ് സംശയം. കാരണം ഈ അനൗൺസ്മെൻറ്റിൽ പോലും അവിടെ 3 ലക്ഷം പേരൊക്കെ വരുന്നൊരു അവസ്ഥ ആയപ്പോഴേക്കും നിയന്ത്രണം പറ്റാത്ത തരത്തിൽ നിയന്ത്രണാതീതമായിട്ട് തിരക്ക് വരുന്നു. എന്തെങ്കിലും ഒരു അപകട സാധ്യതയൊക്കെ ഉണ്ടായാൽ അത് മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. കാരണം ഹൈന്ദവരുടെ ഒരു ആചാരാനുഷ്ഠാനമാണ് അവിടെ നടക്കുന്നതെങ്കിലും അവിടെ പങ്കെടുക്കുന്നത് ഹൈന്ദവർ മാത്രമല്ല, നാനാജാതി മതസ്ഥർക്കാണ്. അങ്ങനെ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും പറ്റാതെ വളരെ ശാന്തവും സമാധാനമായിട്ട് അത് അവസാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും അതിനുവേണ്ടി തന്നെ ശ്രദ്ധാലുക്കളായിരിക്കണം. തീർച്ചയായിട്ടും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് വ്യക്തമാണ്. അത് നല്ല രീതിയിൽ തന്നെ അത് പര്യവസാനിക്കട്ടെ. കൂടുതൽ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടേക്ക് എത്തപ്പെടുമ്പോൾ മനസ്സിന് ഒരല്പം സന്തോഷം അല്ലെങ്കിൽ ഒരു ശാന്തത ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന് പുതിയൊരു അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ്. പലപ്പോഴും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും ഇത്തരം ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു പ്രത്യേക ഒരു വൈബിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണുന്നു. കാര്യം ആ അന്തരീക്ഷം ഒരുക്കി തരുന്നതാണ്. ചിലപ്പോൾ ചിലർക്ക് ഒരു പാട്ട്
പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ നല്ല ഒരു സിനിമ കണ്ടാലൊക്കെ മനസ്സിന് ഒരു ശാന്തവും സന്തോഷവും സംതൃപ്തിയുമൊക്കെ തോന്നത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മനുഷ്യർ പലവിധ സംഘർഷങ്ങളിൽ പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട്, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് പലയിടത്തേക്കും അവൻ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ജാതി മത വ്യത്യാസമൊന്നും ഒരു പക്ഷേ നോക്കിയില്ല. അതുകൊണ്ടാണ് കൃപാസനം പോലെയുള്ള ഇടങ്ങളിലേക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കമുള്ളവർ പോകുന്നത്. മുസ്ലിങ്ങൾ തന്നെ ചിലർ ജാതകം നോക്കുന്നവരും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയും കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനുഷ്യൻ്റെ കാര്യമാണ്. എന്തിലെങ്കിലും വിശ്വസിച്ച് മാത്രമേ അവന് എപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നിരീശ്വരവാദികൾ പോലും കിടന്നുറങ്ങുന്നത് നാളെ എണീക്കാമെന്ന വിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നവനും ഹിന്ദു ആവാം, ദൈവത്തിൽ വിശ്വസിക്കാത്തവനും ഹിന്ദു ആവാം. പക്ഷേ അവൻ്റെ ആചാരങ്ങൾ, അവൻ്റെ ഇതുപോലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ കുറേ കൂടി കളർഫുള്ളാണ്, ലൗഡാണ്. അതിനാൽ തന്നെ അവരറിയാതെ തന്നെ ഒരു ഒത്തൊരുമ അത്തരം ഇടങ്ങളിൽ സാധ്യമാവും. അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു 2014 മുമ്പ് ഇത്തരം കൂട്ടായ്മകളോ ഇത്തരം കാഴ്ചകളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതിനുള്ള അന്തരീക്ഷമായിരുന്നില്ല ഇവിടെ. നരേന്ദ്രമോദി വന്നതിന് ശേഷം അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു. കാരണം മുന്നിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് ഒരു സെങ്കോൽ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സെങ്കോലിന് മുന്നിൽ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് കിടന്ന് വണങ്ങാൻ ഒരു മടിയും കാണിച്ചില്ല. അപ്പം സാധാരണപ്പെട്ട ഒരു വിശ്വാസി, ഹൈന്ദവ വിശ്വാസി ചിന്തിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 145 കോടിയുടെ തലവനായിരിക്കുന്ന ഒരാൾ യാതൊരു അഹന്തയുമില്ലാതെ ഒരു ഇതുമില്ലാതെ അത്രയും ലാളിത്യത്തോടു കൂടി ഒരു ചെങ്കോൽ എന്ന് പറഞ്ഞൊരു വടി, അവർ വിശ്വാസി അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൽ, ഒരു വടി, അതിനെ താണു വണങ്ങുന്നു, മുതിർന്നവരെ വണങ്ങുന്നു. തൻ്റെ കാല് തൊട്ട് വന്നിക്കാൻ പോകുന്ന പ്രായത്തിൽ തന്നെക്കാൾ ഇളയ സ്ത്രീ ആണെങ്കിൽ കൂടിയും തിരിച്ച് തൊട്ട് വന്നിക്കുന്നു, തറ തൊട്ട് വന്നിക്കുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകാൻ മടിയില്ല, ചന്ദനം തൊടാൻ മടിയില്ല. മറ്റുള്ളവരെന്ത്, അത് തുടക്ക സമയത്ത് പലതും പറഞ്ഞത് അദ്ദേഹം വകവച്ചില്ല. ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നു, പ്രധാനമന്ത്രിക്ക് ചെയ്യാം, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്നെ അത് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്നെ അത് ആഹ്ലാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, എനിക്കത് മനസ്സമാധാനം തരുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. മുമ്പ് ഇവിടെ പടച്ചു വച്ചിരുന്ന നരേറ്റീവുകൾ ഇത് കമ്മ്യൂണിസ്റ്റ് മണ്ണാണ്, ചുവന്ന മണ്ണാണ്, ഇതിൽ നിന്നൊക്കെ മാറി ഹിന്ദു അവൻ്റെ വിശ്വാസത്തിൽ നിന്നകന്ന്, അവൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നകന്ന് കുറേ കൂടി ലിബറലായിട്ട് ചിന്തിച്ച് ദൈവമല്ല മനുഷ്യൻ ഇത്തരം കാര്യങ്ങളൊക്കെ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു മണ്ണായിരുന്നു. ആ മണ്ണാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും മതേതരത്വമൊന്നും നഷ്ടപ്പെടില്ല, ഒരു പ്രഭുത്വതയും നഷ്ടപ്പെടില്ല. എല്ലാവരും വിശ്വസിക്കുന്നത് എന്താ പറയുക, നാളേക്ക് വേണ്ടിയിട്ട് ഉള്ള ജീവിതവും ഒരു ദിവസം കൂടി ആയുസ് കൂട്ടിക്കെട്ടണം എന്നുള്ള ആ ചിന്തയും മോഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടിയും ഒരു മതമാണ്. കാരണം അവരുടെ ഈ എന്താ പറയുക, രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ പോയിട്ട് ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ആളത് കേൾക്കുന്നേ ഇല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? അവരുടെ ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ജീവിക്കുന്നു. പിന്നെ പുഷ്പാർച്ചന നടത്തുന്നു. ഈ പുഷ്പാർച്ചന എത്ര ഇട്ടാലും അവിടെ മരിച്ചുപോയ ആൾ അറിയാൻ പോണേയില്ല. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നത്. അത് അവരുടെ വിശ്വാസം, ആ മതത്തിൻ്റെ വിശ്വാസം, കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞതുപോലെയാണ് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ലോകത്തിലെ ഏത് മതസ്ഥരാവട്ടെ, അതിനൊക്കെ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില മതസ്ഥർ മാത്രം ഞങ്ങളുടെ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരുടെ ശരിയല്ല എന്ന തരത്തിലൊക്കെ വരുമ്പോഴാണ് ഈ ക്ലാഷ് ഉണ്ടാകുന്നത്. മതങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സമൂഹം തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ആ വിശ്വാസത്തെ കൂടി നമ്മൾ അംഗീകരിക്കുമ്പോഴേ അവിടെ ഈ പറയുന്ന പോലുള്ള മതേതരത്വവും ബഹുസ്വരതയും ഒക്കെ നല്ല രീതിയിൽ പോവുകയുള്ളൂ. അല്ലാതെ നമ്മൾ മാത്രമാണ് ശരി, അവർ ശരിയല്ല എന്നുള്ള ആ കാഴ്ചപ്പാട് മാറണം. നിർഭാഗ്യവശാൽ നേരത്തെ അങ്ങനെയായിരുന്നു. ഹിന്ദു അവൻ്റെ വിശ്വാസം നോക്കണ്ട, അവൻ്റെ ആചാരങ്ങൾ പാലിക്കേണ്ട, അവൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, പകരം മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അതിൽ പോയി പങ്കെടുക്കുക, അതാണ് മതേതരത്വം എന്ന് ഇവർ ആരൊക്കെയോ ചേർന്ന് പടച്ചു വെച്ചിരുന്നു. അതാണിപ്പോൾ വളരെ നൈസായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാമാകം വൻ വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷവും 16 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൂടുതൽ അറിയുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു 10 വർഷം മുന്നേ 2016 നടന്നിട്ടുണ്ട്, പിന്നെ നടന്നിട്ടില്ല എന്നാണ് ചോദിച്ചത്. അന്നത്തെ കാര്യം പോലും ഇത് വന്നുകൊണ്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് പലരും ഇടുന്നു, അല്ല രാജേഷ് ജി, ഇത് കഴിഞ്ഞ വർഷവും നടന്നു, അതിൻ്റെ മുന്നത്തെ വർഷവും നടന്നു, പക്ഷേ വളരെ ചെറിയ രീതിയിലാണ് നടന്നത്, ഇപ്പോഴാണ് ഇത് ഇത്ര വലുതായത് എന്ന് അറിയുന്നത്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം? വലുതാവാതെ ചെറുതായി പോയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവരിൽ അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു ഇരുന്നത്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മുസ്ലിം സഖാവ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഖാവ് നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും? ഈ ഒരു ചിന്ത കൊണ്ടാണ് അവനതിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നത് അല്ലെങ്കിൽ മടിക്കുന്നത്. ഇപ്പോൾ അത്തരം ചിന്തകളൊക്കെ മാറി അത് കുറച്ചുള്ള മതേതരത്വം മതി എന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ കൂടി ചിന്തിച്ചു തുടങ്ങി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ചാനലിലെ ചവർ സ്റ്റോറിയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയും ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ വരെ പ്രബുദ്ധ ലിറ്ററസിയുള്ള കേരളത്തിൽ നിന്ന് വരെ കുംഭമേളയിൽ പോയി പങ്കെടുത്തു എന്നൊക്കെ അത്ഭുതത്തോടെ പറയുന്ന അവർ ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ
മലപ്പുറത്തെ മണ്ണിൽ അവിടെ നിള ആരതി കാണുന്നു, അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കാഴ്ച അവർ കാണുന്നു, അവർ മരിച്ചു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതിശക്തിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നിത് യാഥാർത്ഥ്യമായിരിക്കുന്നു, സ്വപ്നമല്ല യാഥാർത്ഥ്യമായിരിക്കുന്നു. അവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. ഇതുകൊണ്ട് മറ്റു മതസ്ഥരോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ പേടിക്കേണ്ട കാര്യം എന്താണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് BJP ആണ്. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. ഹിന്ദുവിന് എന്താണ് വേണ്ടത്? അവൻ പാരമ്പര്യമായിട്ട് അവൻ്റെ പൂർവികർ അവനായിട്ട് ഒരുക്കി വെച്ചിരുന്ന ആഘോഷങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള മിനിമം അവസരം മാത്രം ഒരുക്കി കൊടുത്താൽ മതി. അത് വെച്ചുകൊണ്ട് അവൻ്റെ രാഷ്ട്രീയം അങ്ങ് മാറിപ്പോകത്തൊന്നുമില്ല. നിങ്ങളതിനെ എതിർക്കുമ്പോഴാണ് അവൻ്റെ രാഷ്ട്രീയം മാറുന്നത്, അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നത്. ഈ കുംഭമേള എന്ന സംഗതി, അല്ലെങ്കിൽ രാമക്ഷേത്രം അത് നിർമ്മിക്കുക എന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ജനങ്ങൾ താലത്തിൽ വെച്ച് നിങ്ങൾക്ക് തന്നിരുന്നു. നിങ്ങളത് ചെയ്തില്ല. അവസാനം BJP വരേണ്ടി വന്നു അതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഇഷ്ടം BJPയിലേക്ക് പോയി. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ്, ആരെ പ്രതിപ്രദം വേണ്ടിയിട്ടാണ് നിങ്ങളിതൊന്നും ചെയ്യാതിരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു? എല്ലാ വിശ്വാസത്തിനെയും ഒരേപോലെ മാനിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു നേതാവാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ കൃത്യമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് പ്രീണനമാണെന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഈ രാജ്യത്തെ ഹിന്ദുവിനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒതുക്കി നിർത്താനോ, മതേതരത്വം പറഞ്ഞുകൊണ്ടോ, പ്രഭുത്വത പറഞ്ഞുകൊണ്ടോ അവൻ്റെ നാവടയ്ക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്ന് കൂടുതൽ തെളിവിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലല്ലോ.